പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ ഓർത്തു കൊള്ളണമേ, ചില നിയമങ്ങളൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ചില റൂൾസുണ്ട്. നമുക്കറിയാം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാറ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ബ്രിഡ്ജ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ ഡ്രൈവ് ചെയ്ത് കയറണമെന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ കാറും ബ്രിഡ്ജും ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് തന്നെ ചില മാത്തമാറ്റിക്കൽ റൂൾസില്ല. ഓർത്തുകൊള്ളണം ദൈവത്തിലെ സൃഷ്ടാവാം ദൈവം സകലതും സൃഷ്ടിച്ചു. അവനാണ് സകലതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവനുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് വരെ എ സെറ്റ് ഓഫ് റൂൾസ് അതിനുണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ദൈവത്തെ ഫ്ലെക്സിബിളാക്കി തീർത്ത് നമ്മുടെ ഇഷ്ടത്തിനാക്കിയെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ അവനും നാമും തമ്മിലുള്ള ബന്ധത്തിൽ ചില റൂൾസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. എല്ലാത്തിനും മുകളിലുള്ളത് നമ്മുടെ ദൈവമാണ്. ഗോഡ് ഈസ് എബവ് ഓൾ. അതായത് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കോ ഒരു സാധനത്തിനോ ദൈവത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം 10 കൽപ്പനകൾ കൊടുത്തു. അതിനകത്ത് വളരെ പ്രധാനമായിട്ട് തന്നെ പറയുന്ന ഒരു കൽപ്പനയാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 3. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആ കമാൻഡ്മെൻറ്റ് പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നുണ്ട്, യാതൊന്നിൻ്റെയും പ്രതിമ നമുക്ക് കാണരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. എത്ര സീരിയസ് ആയിട്ട് നാം എടുക്കേണ്ട ഒരു കൽപ്പനയാണ്. നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്ന പോലെ 2 യജമാനന്മാരെ നമുക്ക് സേവിക്കാൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തെയും വേറൊരു മാസ്റ്ററിനെയും കൂടെ സേവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, ഏതിനെ നമ്മൾ സേവിക്കുന്നോ അത് നമ്മുടെ ഹൃദയത്തെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് സത്യദൈവത്തിൽ നമ്മെ അകറ്റിക്കൊണ്ടുപോകാൻ ഇടയാകും. Only one person is meant to lead our lives, and that is Jesus, who is God. Hallelujah. നമുക്ക് ദൈവവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഒരു പ്രതിമയോ ഒരു രൂപമോ ഒന്നും നമുക്ക് കാണരുത്. നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഈസ് എ ജലസ് ഗോഡ്. ഗോഡ് ഈസ് എ ജലസ് ഗോഡ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 34 വേഴ്സ് 14 ഇങ്ങനെയാണ് പറയുന്നത്, അന്യദൈവത്തെ നമസ്കരിക്കരുത്, യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു, അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ശത്രു നമ്മെ സത്യദൈവത്തിൽ നിന്ന് എപ്പോഴും വലിച്ചുകൊണ്ട് പോകും, എൻഡൈസിങ് us with things of this world. പക്ഷെ നാം ഓർത്തോണം, ഈ ഭൂമിയിൽ നമുക്ക് ഒരു സമൃദ്ധമായ ജീവന് തരുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മുടെ എറ്റേണിറ്റിയിലും
നാം കാണുന്നത്, നാം പോയി വസിക്കാൻ പോകുന്നത് നമ്മുടെ ദൈവത്തോടു കൂടിയാണ്. അതുകൊണ്ട് ആ സത്യദൈവവുമായിട്ട് നമുക്ക് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പം ഗോഡ് ഈസ് എബവ് ഓൾ, മറന്നു പോകരുതേ. അടുത്തത്, ഗോഡ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഗുഡ്. നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നാം അറിഞ്ഞിരിക്കണം, ഉറപ്പായി അറിഞ്ഞിരിക്കണം, നമ്മുടെ ദൈവം ഒരു പെർഫെക്റ്റ് ദൈവമാണെന്ന്. ഈ ദൈവത്തിൻ്റെ പെർഫെക്ഷനെ അല്ലെങ്കിൽ അവൻ്റെ ഗുഡ്നെസ്സിനെ നാം സംശയിക്കുകയാണെങ്കിൽ നാം ഒരിക്കലും അവനിൽ ആശ്രയിക്കത്തില്ല. അപ്പം ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നല്ലതായിട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവാശ്രയം, ട്രസ്റ്റിംഗ് ഗോഡ്. നാം വിശ്വസിക്കണം, നാം എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാലും ദൈവം പെർഫെക്റ്റാ, ദൈവം ഗുഡാ, അത് നാം ഓർത്തിരിക്കണം. അവൻ്റെ വഴികളൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. സ്റ്റിൽ നാം അവനെ ട്രസ്റ്റ് ചെയ്യണം, നാം വിശ്വസിക്കണം, ഹീ ഈസ് ഗുഡ് ആൻഡ് ഹീ ഈസ് പെർഫെക്റ്റ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ലോകത്തിലാണ്. കാരണം ഈ ലോകത്തിൽ ആദാമും ഹവ്വായും പാപം ചെയ്തു. ഈ ലോകത്തിൻ്റെ ഇംപെർഫെക്ഷൻസ് എല്ലാം, ഈ ലോകത്തിലെ ജനതകൾ എല്ലാം എന്താ വിശ്വസിക്കുന്നത്? ഗോഡ് ഈസ് നോട്ട് പെർഫെക്റ്റ് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ദൈവം പെർഫെക്റ്റ് ആണെന്ന് തന്നെ. നമ്മുടെ ദൈവം പെർഫെക്റ്റ് ആയതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ചെയ്യുന്ന സകല പ്രവൃത്തിയും പെർഫെക്റ്റാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. അതായത് അവൻ്റെ പ്രവൃത്തിയൊക്കെ ശ്രേഷ്ഠമായതാണ്. അവൻ്റെ പ്രവൃത്തിയൊക്കെ പെർഫെക്റ്റായിട്ടുള്ള പ്രവൃത്തിയാണ്. അവൻ്റെ വഴികൾ പെർഫെക്റ്റായിട്ടുള്ള വഴികളാണ്. സങ്കീർത്തനം 18:30 ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ആസ് ഫോർ ഗോഡ് ഹിസ് വേ ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ വാക്കുകൾ കുറ്റമറ്റതാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ബൈബിളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നാം അനുസരിക്കണം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ നന്മ അനുഭവിക്കുന്നവരായി, എക്സ്പീരിയൻസ് ചെയ്യുന്നവരായി നാം തീരണം ദൈവമക്കളെ. ശത്രു നമ്മെ ടെംപ്റ്റ് ചെയ്യും, എന്നിട്ട് പറയും നമ്മുടെ വഴികൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള വഴികളൊക്കെയാണ് ദൈവത്തിൻ്റെ വഴിയെ കഴിഞ്ഞും നല്ലതെന്ന് നമ്മെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങും. ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന് അവൻ നമ്മുടെ മനസ്സിൽ ചിന്തയിൽ കൊണ്ടിടും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ വാക്കിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അതിൽ നിലനിന്നിട്ട് ഓർത്തുകൊള്ളണം, അവൻ നല്ലവനായ ദൈവമാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഇങ്ങനെ പറയുന്നത്, ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് തന്നു. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല, അവർക്കൊരു എവർലാസ്റ്റിംഗ് വേ ഓഫ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെയും ദൈവവചനത്തെയും നാം ഓപ്ഷണലായിട്ട് കാണരുത്. മേക്ക് ഗോഡ്സ് വേർഡ് ആൻഡ് വേസ് യുവർ ഓൺലി വേ ഓഫ് ലൈഫ്. അവൻ്റെ വഴിയാണ് നാം അനുസരിക്കേണ്ട വഴി. ആ ദൈവം നമ്മളെ നടത്തുന്നത് ശ്രേഷ്ഠമായ പാതയിൽ കൂടിയാണ്, ശ്രേഷ്ഠമായ പന്ഥാവിൽ കൂടിയാണ്. അതിൽ കൂടി നടന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിലെ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. യേശു കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഈ ലോകത്തിൽ നമ്മെ ഇരുത്തിയിട്ടിരിക്കുന്ന അനേക വിഷയങ്ങളില്ലേ, നമ്മുടെ തല പൊങ്ങാതെ വണ്ണം, നമ്മൾ ഉയരാതെ വണ്ണം, നാം നന്മ പ്രാപിക്കാതെ വണ്ണം നമ്മെ തളർത്തുന്ന എല്ലാ പോരുകളിൽ നിന്നും പോരാട്ടങ്ങളിൽ നിന്നും ജയമെടുത്ത് ഈ ലോക ജീവിതം സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യതയോടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാദത്തിൽ ഞങ്ങളുടെ കാലുകൾ ഉറച്ചു വെച്ചുകൊണ്ട്, അവൻ്റെ വചനം തികവുള്ള വചനമായതുകൊണ്ട്, അവൻ്റെ വിചാരങ്ങളും വഴികളും ഞങ്ങളെക്കുറിച്ചുള്ളതൊക്കെ ഉന്നതമായതുകൊണ്ട്, ഞങ്ങളുടെ മുമ്പിൽ ഓട്ടമോടി തികപ്പാൻ വെച്ചിരിക്കുന്ന വഴിയിൽ കൂടി
ഞങ്ങളുടെ കാലിടാതെ വണ്ണം പ്രമാണപ്രകാരം വ്യവസ്ഥ പ്രകാരം ഓടി ഓട്ടം തികപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.